അമ്പലപ്പുഴ കണ്ണനെ കാണണമെന്നും ഇവിടുത്തെ പാൽപ്പായസം കുടിക്കണമെന്നും എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. ഞാൻ ആദ്യമായിട്ടാട്ടോ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് വരുന്നത്. കുഞ്ചൻ നമ്പ്യാരെ ആദ്യമായിട്ട് കല്യാണ സൗഗന്ധികം അവതരിപ്പിച്ചത് ഇവിടെയാണ്. അന്ന് ഉപയോഗിച്ച മിഴാവ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ എത്തിയത് നടയടച്ച സമയത്ത്. ഇനി ഉച്ചപൂജയ്ക്ക് ശേഷമേ നട തുറക്കൂ. അപ്പം ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും കറങ്ങി കണ്ടു. അമ്പലക്കുളത്തിലിറങ്ങി കാലൊക്കെ നനച്ച് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോയി. മോൾക്ക് ഈ തത്ത വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴേ അവൾ ഒറിജിനൽ തത്തയെ കണ്ടത്. അപ്പം അതിനെ കിട്ടിയാലോ എന്നൊരു ചെറിയ ആഗ്രഹം ഇല്ലാതില്ല. അമ്പലപ്പുഴ വന്നതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ ഈ കുഞ്ഞി കണ്ണനെയാട്ടോ എടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കാറായപ്പോൾ ഞങ്ങൾ ശ്രീകോവിലിന് മുന്നിലെത്തി. കണ്ണനെ നേദിക്കാനുള്ള പാൽപ്പായസാട്ടോ കൊണ്ടുപോയി. തൊഴുതിറങ്ങി അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ വാങ്ങി നമ്മൾ ഫ്രണ്ടിലുള്ളൊരു കൊട്ടിലിൽ വന്നിരുന്നു. കൊട്ടിലിൽ നിന്ന് നേരെ നോക്കുന്നത് അമ്പലക്കുളത്തിലേക്കാണ്. തൊഴുതിറങ്ങിയ വിശ്രമിക്കാൻ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അതിൽ പ്രധാന സ്ഥലമാണ് ഈ കൊട്ടിൽ. ഇവിടെ ഇരുന്ന് അമ്പലക്കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സമാധാനമായിട്ട് നമുക്കിരിക്കും.